സുഹൃത്തുക്കളെ, എൻ്റെ നിരകളിലേക്ക് മധു നായർ എവരെയും വീണ്ടും ക്ഷണിക്കുകയാണ്. ഇന്ന് കളിയിൽ എല്ലാ കാര്യമെന്ന് പറഞ്ഞ പോലെ കളിയെക്കുറിച്ച്, എസ്പെഷ്യലി ഫുട്ബോളിനെ കുറിച്ചിട്ട് എൻ്റെ മനസ്സിലുള്ള ചില ചിന്തകൾ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. വേൾഡ് കപ്പ് നടക്കുകയാണ്. അമേരിക്കൻ ഭൂഖണ്ഡത്തിലാണ് കളികളെല്ലാം. അതുകൊണ്ടുള്ള പ്രശ്നമുള്ളത്, ഇവിടെ ഇരുന്ന് കളി കാണണമെന്നുണ്ടെങ്കിൽ വെളുപ്പിന് 3-4 മണിക്കൊക്കെ ഉണർന്നിരിക്കേണ്ട ദുരവസ്ഥയാണുള്ളത്. എന്നാലും അത്യാവശ്യം ചില കളികളൊക്കെ കണ്ടു. അമേരിക്കയിൽ ആക്ച്വലി ഈ കഴിഞ്ഞ എനിക്ക് തോന്നുന്നൊരു 25-30 കൊല്ലത്തിനകമാണ് ശരിക്കുള്ള അവർ സോക്കർ എന്ന് വിളിക്കുന്ന ഫുട്ബോളിന് ഒരു പ്രാധാന്യം തന്നെ വന്നത്. അവിടെ ഫുട്ബോൾ എന്നുള്ള പേരിൽ വേറൊരു ഭയാനകമായ കളിയുണ്ട്. അതാണ് അമേരിക്കക്കാരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഗെയിം. ഫുട്ബോൾ എന്നാണ് അതിൻ്റെ പേര് പറയുന്നത്. പക്ഷേ കൈ കൊണ്ടാണ് കളിക്കുന്നതെന്ന് മാത്രം. അതിനൊരു സാമ്യം നമ്മുടെ റഗ്ബിയായിട്ടൊക്കെ ചെറിയ സാമ്യമുണ്ട്. പക്ഷേ അതുപോലെയൊന്നും അല്ലത്. അതൊരു വലിയ ഭ്രാന്താണ് ആക്ച്വലി. അതിൻ്റെ ഫൈനൽ മത്സരമൊക്കെ നടക്കുന്നത് ഫെബ്രുവരി മാസത്തിലാണ് മറ്റാണ്. തണുപ്പായതുകൊണ്ട് അതൊക്കെ മിക്കവാറും എല്ലാ സദേൺ സ്റ്റേറ്റ്സിലൊക്കെ ആയിരിക്കും. ഡോക്ടർ കീസിഞ്ചർ അധികാരത്തിൽ ചെയ്ത സമയത്താണ് ഈ സോക്കറിനെ അമേരിക്കയിൽ എങ്ങനെയെങ്കിലുമൊക്കെ പബ്ലിസിറ്റി കൊടുക്കണമെന്നൊക്കെ പറഞ്ഞു തുടങ്ങിയത്. ഇപ്പോൾ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അമേരിക്കൻ്റെ ടീം അത്ര മോശമൊന്നുമല്ല. ഏറ്റവും ഗതികേട് വന്നിരിക്കുന്നത് ഇന്ത്യക്കാണ്. ഇത് എന്തോന്നാണിത്? ആലോചിച്ച് നോക്കൂ. കരീബിയനിലും ഒക്കെയുള്ള കുറസോവ എന്ന് പറയുന്നൊരു ദ്വീപിൽ ആകെ 50 ലക്ഷം ആളുകൾ പോലും താമസിക്കുന്നില്ല. അവർ പോലും ക്വാളിഫൈഡ് ആയിട്ട് വന്ന് ആ ഒരു ഗെയിം ഐ തിങ്ക് സ്പെയിനുമായിട്ടാണെന്ന് തോന്നുന്നു. അതിൽ അവർ തോറ്റു. പക്ഷെ അവർ സ്പെയിനിന് എതിരായിട്ട് ഒരു ഗോൾ അടിച്ചത് ഒരു ദേശീയ ഉത്സവമായിട്ട് അവിടെ കരുതുകയാണ്. അതുപോലെ പല ആഫ്രിക്കൻ രാജ്യങ്ങൾ. എന്തുകൊണ്ട് നാം ഒരു ക്വാളിഫയിങ് ലെവലിൽ പോലും എത്തുന്നില്ല? ഇവിടെ ഫുട്ബോൾ 145 കോടി ജനങ്ങളുള്ളിടത്ത് ഫുട്ബോൾ കളിക്കാൻ ആളില്ലാത്തതാണോ? ഇതാണ് ഈ നാട്ടിൻ്റെ ഏറ്റവും വലിയ ശാപം. അതിന് പലതരത്തിൽ ബ്യൂറോക്രസിയുടെ പ്രശ്നങ്ങളാണ്. ഈ ഭരണാധികാരത്തിരിക്കുന്ന അവരുടെ ദീർഘവീക്ഷണമില്ലായ്മയാണ്. ഇപ്പോൾ ലോകത്ത് ഇന്ത്യ വലിയ പരിപാടിയാണെന്നും ഒരു മഹാസംഭവമാണെന്നും 3ാമത്തെ 4ാമത്തെ എക്കണോമിക് പവറാവാൻ പോകുന്നതൊക്കെ ഇങ്ങനെ നമ്മൾ കൊട്ടിഘോഷിക്കുകയാണല്ലോ. അപ്പോൾ ഇതിനുള്ള ഏറ്റവും വലിയൊരു ഒരു ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കായിക രംഗമാണ്. ഇപ്പോൾ ചൈന തന്നെ അവിടെ ഒളിമ്പിക്സ് മത്സരങ്ങൾ നടത്തി. എന്തൊരു ഭയങ്കര വലിയ പരിപാടിയായിരുന്നു. അതിനുശേഷം ഒളിമ്പിക് മെഡൽ നല്ലൊരു ഭാഗം ചൈനക്കാരല്ലേ കൊണ്ടുപോകുന്നത്. പക്ഷെ ഈ ഫുട്ബോളിൻ്റെ കാര്യത്തിൽ ചൈനയുടെ ടീമും ഒരിടത്തും എത്തിയില്ല എന്നുള്ളതിൻ്റെ കാരണം ശരിക്കും എനിക്കറിയില്ല. ഇവിടെ ഈ തരത്തിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ കായിക രംഗം ശുഷ്കമാകുമെന്ന് മാത്രമല്ല, ഒരു വലിയ ഒരു തലപൊക്കി നടക്കാൻ ഒക്കാത്തൊരവസ്ഥയാണ്. ഇതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും ഇതൊരു വലിയ കാര്യമാണെന്ന് ഭരണവർഗത്തിന് തോന്നിയിട്ടില്ല. ഇപ്പോൾ സംസ്ഥാനത്ത് തന്നെ കായിക മന്ത്രിക്ക് ഒരു വകുപ്പ് കിട്ടാത്ത ആൾക്ക് അത് ഏൽപ്പിക്കും. ഏതൊരു ദീർഘവീക്ഷണവും ഇല്ലാതെ ഓരോ സർക്കാരിൻ്റെ സഹായം തീർച്ചയായിട്ടും ഈ രംഗത്തുണ്ടാകണം. അതിൻ്റെ റെഗുലേറ്ററി മെക്കാനിസം, ഫണ്ടിങ് അത് ഉണ്ടാകുന്നില്ല എന്നുള്ളത്. എന്നിട്ട് പോലും ഇൻസ്പൈറ്റ് ഓഫ് ഓൾ ദീസ് ആക്ച്വലി സർക്കാരിൻ്റെ ഒരു സഹായമില്ലാതെ, എസ്പെഷ്യലി മധ്യ തിരുവിതാംകൂറിൽ ഉള്ള അത്ലറ്റിക് പ്രതിഭകൾ, എസ്പെഷ്യലി പെൺകുട്ടികൾ നാഷണൽ ലെവലിൽ എന്ത് കാര്യമായിട്ട് ഫങ്ഷൻ ചെയ്യുന്നു. അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് അത് കേന്ദ്രത്തിലെ സായി എന്ന് പറയുന്ന സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഒരു വലിയ ബ്യൂറോക്രസിയൊക്കെ ഉണ്ട്, കാര്യമായിട്ട് കുറച്ച് ഫണ്ടിങ് ഉണ്ട്. പക്ഷേ അത് എത്തേണ്ടിടത്തൊന്നും എത്തുന്നില്ല. അതിനെക്കുറിച്ച് സായിയെക്കുറിച്ച് ഒരു ജോക്ക് ഇടയ്ക്ക് കേട്ടുകൂടുന്നില്ല. കേരളത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട മന്ത്രിയോ വലിയ ഉദ്യോഗസ്ഥനോ പറഞ്ഞിങ്ങനെ അദ്ദേഹം ഹിന്ദു ആയിരുന്നില്ല എന്നുള്ളതാണ് പറഞ്ഞ് ഈ സായിബാബയുടെ പേരിൽ ഇങ്ങനെ ഇവിടെ കളികളൊന്നും അങ്ങനെ കളിക്കേണ്ടത്. സായി എന്ന് പറഞ്ഞാൽ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്നതുപോലും മനസ്സിലാക്കാത്ത ഒരു ഭരണവർഗമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ
ഈ നാട്ടിലാണെന്നുണ്ടെങ്കിൽ എസ്പെഷ്യലി കേരളത്തിലെ വിശേഷിച്ചും മലബാർ ഭാഗത്ത് ഈ കളിയോടുള്ള ആദരവും സ്നേഹവും എന്ത് കൂറ്റൻ ഫ്ലക്സ് ബോർഡുകളാണ് മെസ്സിയുടെതൊക്കെ. അത് നമ്മുടെ ട്രിവാൻഡ്രത്ത് ഞാൻ കണ്ടു, ചേരി പ്രദേശം ചെങ്കച്ചുള എന്ന് പറയുന്ന അവിടെ ഒരു ഭയങ്കര ഇത്രയും വലിയ ഒരു ഫ്ലക്സ് ബോർഡ് ഞാൻ കണ്ടിട്ടില്ല. അത്ര ആവേശത്തോടെ നാം ഉൾക്കൊള്ളുന്ന ഈ ഒരു കളിയെ ഇങ്ങനെ പുറമ്പോക്കിലാക്കിയിട്ടിരിക്കുന്നതിന്റെ കാരണങ്ങൾ അന്വേഷിച്ചു കഴിഞ്ഞാലുള്ള എന്ന് പറഞ്ഞാൽ ഇവിടെ ഭൂലോകസാരും ചില വാങ്ങേണ്ട രാജ്യങ്ങൾ മാത്രം കളിക്കുന്ന ഒരു ക്രിക്കറ്റ് പരിപാടിയുണ്ട്. അതിന് മുടക്കുന്ന പണവും ഇന്ത്യയിലെ ക്രിക്കറ്റ് ക്ലബ്ബുകൾ ടാക്സ് കൊടുക്കാതെ വച്ചിരിക്കുന്ന റിയൽ എസ്റ്റേറ്റിന്റെ വശവും ഇങ്ങനെ ഭൂലോകമൊന്നും അറിയുന്നത് ഇവിടെ വലിയ ഞാൻ ആ കളിക്കെതിരെന്നല്ല പറയുന്നത്. പക്ഷേ അറ്റ് ദ കോസ്റ്റ് ഓഫ് ദാറ്റ് ഈ പറയുന്ന ശ്രദ്ധിക്കപ്പെടേണ്ട എസ്പെഷ്യലി ഭൂലോകം മുഴുക്ക സോക്കർ എന്ന് വിളിക്കുന്ന ഈ ഫുട്ബോൾ ഗെയിമിന് ശ്രദ്ധ കൊടുത്ത് അത് കേന്ദ്രത്തെ നമ്പി തന്നെ ഇരിക്കണമെന്നില്ല, സംസ്ഥാനത്തിന് തന്നെ ഇത് ഒരു കാര്യമായിട്ടൊരു സീരിയസ് പ്രോജക്റ്റായി എടുത്തു കഴിഞ്ഞാൽ എത്ര വലിയ പ്രതിഭകളെ ഇവിടെ ഡിസ്ട്രിക്ട് ബേസിൽ സ്റ്റേഡിയങ്ങൾ ഉണ്ടാക്കുക, എന്നിട്ട് ഈ തിയേറ്ററുകളിൽ സിനിമ കാണിക്കുന്നത് പോലെ ആക്ച്വലി മിക്ക ദിവസങ്ങളിലും പല രാജ്യങ്ങളിലും ഉണ്ടത് വൈകുന്നേരത്ത് ഫുട്ബോൾ കളി കാണുക എന്ന് പറഞ്ഞാൽ. ഞാൻ ലാറ്റിൻ അമേരിക്ക പോയപ്പോൾ അത് നിത്യ സംഭവമാണ്. എവിടെയെങ്കിലും ഒരു കളി അന്ന് വൈകുന്നേരത്ത് എല്ലാ നഗരത്തിലും കാണാൻ സാധിക്കും. അപ്പം അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ നാടും ഉയർന്നു വരട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ട് ഈ ആഴ്ചത്തെ എൻ്റെ ജൽപ്പനങ്ങൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.